അതുല്യയുടെ മരണത്തിൽ ഷാർജയിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് അതുല്യയുടെ കുടുംബം. ഇന്നിപ്പോൾ അവർ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകുന്നുണ്ട്. ഭർത്താവ് സതീഷിനെതിരെ കേരളത്തിലെടുത്ത കേസിന്റെ വിവരങ്ങളും ഒപ്പം ഡിജിറ്റൽ തെളിവുകളും ഉൾപ്പെടെ ഈ കുടുംബം ഷാർജ പോലീസിന് കൈമാറും. ദുരൂഹതയുടെ ചുരുളെ അഴിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഷാർജ പോലീസും. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അതുല്യയുടെ കുടുംബം നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു അതുല്യയുടെ സഹോദരി ഇപ്പോൾ അവിടെ ഷാർജയിലുണ്ട്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് കുടുംബം ഈ നിയമ പോരാട്ടത്തിനായി ഒരുങ്ങുന്നത്? എങ്ങനെയാണ് നീക്കങ്ങൾ നടക്കുന്നത്? ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ബന്ധുക്കളൊക്കെ ഷാർജയിലേക്ക് പോകുന്നുണ്ടോ? ഒപ്പം ഈ സതീഷിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടു. അതിന് പിന്നാലെ സതീഷിൻ്റെ പ്രതികരണവും കേട്ടു. എന്താണ് അവരുടെ ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ? സേതു, അങ്ങനെ തന്നെയാണ്. അതുല്യയുടെ കുടുംബം അതുല്യയുടെ മരണം കൊലപാതകമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് ചൂണ്ടിക്കാട്ടി ഇതിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദുബായിലെ എംബസിക്ക് അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. നേരത്തെ തന്നെ കൊല്ലം തെക്കുംഭാഗം സ്റ്റേഷനിലും ഗാർഹിക പീഡനമടക്കം സതീഷിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഈ FIR വിവരങ്ങളും നിലവിൽ ദുബായിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറാനായിട്ട് കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. സേതു സൂചിപ്പിച്ചതുപോലെ അതുല്യയുടെ സഹോദരി വിദേശത്ത് ഇത്തരം കാര്യങ്ങളും നിയമ പോരാട്ടങ്ങളും ഏകോപിപ്പിക്കുന്നത് സഹോദരിയാണ് നിലവിൽ. എന്തായാലും കുടുംബം ഉറച്ചു നിൽക്കുന്നത് ഇത് കൊലപാതകമാണ്. അതുല്യ അത്തരത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനെ സംബന്ധിച്ചാണ്. എന്തായാലും കൊല്ലം MP NK പ്രേമചന്ദ്രൻ അടക്കം വിദേശകാര്യമന്ത്രിക്കും അടക്കം കത്ത് നൽകിയിട്ടുണ്ട്. മൃതദേഹം എത്തിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അതുല്യയുടെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണമെന്നും ചൂണ്ടിക്കാട്ടി വിദേശകാര്യമന്ത്രിക്കടക്കം കത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് ജനപ്രതിനിധി അടക്കം ഉള്ളത്. എന്തായാലും കുടുംബം ആരോപിക്കുന്നത് കൊലപാതകമാണ്. അതുല്യ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്ന നിലപാടിലായിരുന്നു. ഇന്നലെ സുമേഷിന്റെ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അമ്മയോടായിരുന്നു നമ്മൾ സംസാരിച്ചത്. അമ്മ പറയുന്നതും ഇത്തരത്തിൽ തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ശിക്ഷ ലഭിക്കണം. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവർ ഇരുവരും സമൂഹ മാധ്യമങ്ങളിലടക്കം സ്റ്റാറ്റസുകളും പോസ്റ്റുമായി ഇടുന്നതെല്ലാം ഇവർ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിരുന്ന പോസ്റ്റുകളാണ് അല്ലെങ്കിൽ യാത്ര ചെയ്തിരുന്ന ഫോട്ടോകളാണ് എന്നെല്ലാം സുമേഷിന്റെ കുടുംബം പറയുന്നുണ്ട്. പക്ഷേ സുമേഷ് ഒരു പോസ്റ്റ് ഇന്നലെ ഇട്ടിരുന്നു. ഇത്തരത്തിൽ അതുല്യ പോയി താനും പോകുമെന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്ന നിലപാടിലാണ് അതുല്യയുടെ കുടുംബമുള്ളത്. അവർ ഉറച്ചു നിൽക്കുന്നത് ഈ അതുല്യയുടെ മരണം ഒരു കൊലപാതകമെന്ന് തന്നെയാണ്. സേതു, തീർച്ചയായും ശ്രീരാജ്. ഓക്കെ, ഇപ്പോൾ ഈ ശ്രീരാജ് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെ ഈ അതുല്യയുടെ ഭർത്താവ് സതീഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം അയാൾ നടത്തിയ പ്രതികരണവും നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ പോസ്റ്റ് ഇട്ടതിലും ആ പ്രതികരണമൊക്കെ തമ്മിൽ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുല്യയുടെ കുടുംബം നിയമ പോരാട്ടത്തിലേക്ക് ഒരുങ്ങുകയാണ്. അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ശ്രീരാജ്.